ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക എഞ്ചിനുകളും എന്താണ്? ഹീറ്റ് എഞ്ചിനുകളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന എൻജിൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, ഹീറ്റ് പമ്പ്സ്, ഇലക്ട്രിക് പവർ ജനറേറ്റർ, ഇവയിലെല്ലാം എന്താണ്? ഹീറ്റ് എഞ്ചിനാണ് ഉള്ളത്. ഓക്കെ, ആദ്യമായിട്ട് ഹീറ്റ് എഞ്ചിൻ ഡിസൈൻ ചെയ്തത് ഹീറോ ഓഫ് അലക്സാണ്ടർ ആണ്. ഇൻ AD 50 ഹീറോ ഓഫ് അലക്സാണ്ടർ ആണ് ആദ്യത്തെ ഹീറ്റ് എഞ്ചിൻ കൊണ്ടുവന്നത്. ഓക്കെ, അതിനുശേഷം 1769 നമുക്കെല്ലാം അറിയാവുന്ന ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. ഈ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് സൃഷ്ടിച്ചത്. ദാറ്റ് ഈസ് മെഷീനൈസേഷൻ ഓഫ് സൊസൈറ്റി. അതിൻ്റെ ഒരു തുടക്കം കുറിച്ചതെന്ന് പറയുന്നത് എന്താണ്? സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തമാണ്. സ്റ്റീം എഞ്ചിന് ഇത്രയും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ഈ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡിവൈസുകളും ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും ഇതിന് കുറേ ഡ്രോബാക്സുകളുണ്ട്. ഇതിന് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് എനർജി കൺസപ്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. എന്തിന്? സ്റ്റീം എഞ്ചിനകത്ത്. അപ്പം ആ കാലഘട്ടത്തിൽ 1824 ഒരു ഫ്രഞ്ച് എഞ്ചിനീയറായ സാഡി കാർണോട്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്തു. ആ എഞ്ചിനെ വിളിക്കുന്ന പേരാണ് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. എന്തെന്ന് വിളിക്കും? കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ്റെ അത്രയും എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ ഇതുവരെയായിട്ടും ഡിസൈൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐഡിയൽ എഞ്ചിനാണ്. ആ കാർനോട്ട് എഞ്ചിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ബേസിക് മോഡലായിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബേസിക് എഞ്ചിനായിട്ട് എടുത്തിരിക്കുന്നത് കാർനോട്ട് എഞ്ചിനെയാണ്. അപ്പോൾ കാർനോട്ട് എഞ്ചിൻ്റെ ബേസിസിലാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ എഞ്ചിൻസും ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം 1824 സാഡി കാർനോട്ട് എന്ന ഫ്രഞ്ച് എഞ്ചിനീയറാണ് കാർനോട്ട് എഞ്ചിൻ എന്ന തിയററ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്തു ഒരു പേപ്പറിനകത്ത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ എഞ്ചിൻസും ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പം നമ്മളിന്ന് ഹീറ്റ് എഞ്ചിൻ എന്താണെന്നും കാർനോട്ട് എഞ്ചിൻ എന്താണെന്നും അതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ വർക്കിങ്ങും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു തെർമോഡൈനാമിക് ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ഹീറ്റ് എഞ്ചിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. ഒരു ഹീറ്റ് എഞ്ചിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ് കാർനോട്ട് എഞ്ചിൻ ഐഡിയൽ ഗ്യാസ് എഞ്ചിനാണ്, ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ മാക്സിമം എഫിഷ്യൻസിയാണ് കിട്ടുന്നത്. അത്രയും എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ നമ്മൾ ഇന്നേ വരെ ഡിസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ആണ്. കാർനോട്ട് എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇനി നമ്മൾ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വെഹിക്കിൾസിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം പെട്രോൾ എഞ്ചിനാണെങ്കിൽ അവിടെ എയർ ആണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് സബ്സ്റ്റൻസ്. അതെനിക്ക് ഡീസൽ എഞ്ചിൻ ആയാലും അവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്നത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വോൾസ് ഉള്ള ഒരു സിലിണ്ടറിനകത്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്ന സിലിണ്ടറിൻ്റെ വാൾസ് പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് ആണ്. അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. ആ പിസ്റ്റൺ എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആണ്. അതിൻ്റെ 2 വോൾസും, ഈ കാണുന്ന വോളും നോൺ കണ്ടക്റ്റിംഗ് ആണ്. പക്ഷേ അതിൻ്റെ ബോട്ടം കണ്ടക്റ്റിംഗ് ആണ്. ഹീറ്റ് കണ്ടക്റ്റിംഗ് ആണ് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. അപ്പം വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മളൊരു സിലിണ്ടറിനകത്താണ് എടുത്തിരിക്കുന്നത്. അതിന് ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ ഉണ്ട്. അത് കണക്കിന് അതിൻ്റെ 2 വോൾസും അതിൻ്റെ വോൾസ് നോൺ കണ്ടക്റ്റിംഗ് ആണ്, കണ്ടക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അതിൻ്റെ ബോട്ടം കണ്ടക്റ്റ് ചെയ്യും, ഹീറ്റ് കണ്ടക്റ്റിംഗ് ആണ്.
നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അടുത്തതെന്ന് പറയുന്നത് സോഴ്സ്. അതിനടുത്തൊരു സോഴ്സ് ഉണ്ട്. സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ് സോഴ്സ് എന്ന് പറയുന്നത്. അത് ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളൊരു ബോഡിയാണ്. അത് ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അതിനെ നമുക്ക് ഹീറ്റ് റിസർവയർ എന്നും വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഹീറ്റ് റിസർവയർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് സിങ്ക്. സിങ്ക് എന്ന് പറയുന്നതും ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ്. അതിനെ നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കതിനെ കോൾഡ് റിസർവയർ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? കോൾഡ് റിസർവയർ എന്ന് വിളിക്കാം. ഇനി അടുത്തതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ താഴോട്ട് എക്സ്പ്ലനേഷനിൽ പഠിക്കും. ഓക്കെ, അപ്പം ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഈസ് കാൾഡ് ഹീറ്റ് എഞ്ചിൻ. ദ മെയിൻ പാർട്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ ആ സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ. ഇറ്റ് ഹാസ് ഹാവിങ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. ഓക്കെ, അടുത്തത് വർക്കിംഗ് സബ്സ്റ്റൻസ്. നെക്സ്റ്റ് ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അടുത്തത് സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ വിച്ച് ഹാസ് ഹൈ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടറിനകത്ത് വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മളെടുത്ത് എവിടെ കൊണ്ടുവന്ന് വയ്ക്കും? സോഴ്സിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കും. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ബോട്ടം ഇരിക്കുന്ന സിലിണ്ടറിൻ്റെ ബോട്ടം എന്താണ്? കണ്ടക്റ്റിംഗ് ആണ്, അല്ലേ? കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സോഴ്സിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോഴത്തേന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പം ആ സിലിണ്ടറിനകത്തിരിക്കുന്ന ഗ്യാസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലിരിക്കുന്ന ഫ്രിക്ഷൻലെസ് പിസ്റ്റനെ മൂവ് ചെയ്യിക്കും. ഫ്രിക്ഷൻലെസ് പിസ്റ്റനെ എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും. ദാറ്റ് മീൻസ് ദ എക്സ്പാൻഡഡ് ഗ്യാസ് വിൽ ഡു വർക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക്. അത് അബ്സോർബ് ചെയ്ത എനർജിയെ എന്ത് ചെയ്തു? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. എല്ലാ എനർജിയും വർക്ക് ചെയ്തില്ല, കുറച്ച് എനർജി അവിടെ ബാക്കിയുണ്ടായിരുന്നു, ഹീറ്റ്. അതിനെന്ത് ചെയ്യും? നമ്മൾ സിങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ സിങ്കിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്തു പോകും. വർക്ക് ചെയ്തതിന് ശേഷമുള്ള ബാക്കി എനർജി സിങ്കിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പം സിസ്റ്റം എന്ത് ചെയ്യും? വീണ്ടും നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. വീണ്ടും എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്, സൈക്ലിക് പ്രോസസ്സാണ്, റിവേഴ്സിബിൾ സൈക്കിളാണ്. റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത എനർജിയുടെ ഒരു ഭാഗം എന്ത് ചെയ്തു? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ബാക്കി വന്ന ഹീറ്റ് സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യും. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഹീറ്റ് എനർജി സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് എഞ്ചിൻ വീണ്ടും ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിച്ചേരുമ്പം വീണ്ടും എന്ത് ചെയ്യും? സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും, വർക്ക് ചെയ്യും. ബാക്കി വരുന്ന ഹീറ്റ് എനർജിയെ സിങ്കിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും. വീണ്ടും എഞ്ചിൻ നോർമൽ സ്റ്റേറ്റിൽ വരും. വീണ്ടും സോഴ്സിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും, വർക്ക് ചെയ്യും. ബാക്കി വരുന്ന ഹീറ്റ് സിങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും? നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് തെർമൽ എഫിഷ്യൻസി എന്ന് നമുക്കറിയണം. അതായത് നമ്മളിപ്പോൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യുന്നു? ഒരു ഹീറ്റ് എഞ്ചിൻ സോഴ്സിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ആ അബ്സോർബ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു. ബാക്കി വരുന്ന എനർജി എങ്ങോട്ട് കൊടുക്കുന്നു? ബാക്കി വരുന്ന ഹീറ്റ് എനർജി സിങ്കിലേക്ക് കൊടുക്കുന്നു. അപ്പം Q1 എമൗണ്ട് ഓഫ്, ഇപ്പോൾ സോഴ്സിൽ നിന്ന് അതൊരു Q1 എനർജിയാണ് അബ്സോർബ് ചെയ്തിട്ട് W വർക്ക് ചെയ്തു. W വർക്ക് ചെയ്തു എങ്കിൽ എത്രത്തോളം വർക്ക് ആ ഡിവൈസിന് Q1 ഹീറ്റ് അബ്സോർബ് ചെയ്തപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൻ്റെ മെഷറാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഇൻപുട്ടായിട്ട് കൊടുത്തു, അതിൻ്റെ എത്ര ശതമാനം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, അല്ലേ? ഔട്ട് ഡിവൈഡഡ് ബൈ ഇൻ എന്നല്ലേ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത എന്താണ്? ഹീറ്റ് എനർജി. ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്താണ്? വർക്ക്. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എന്താണ്? വർക്ക് ബൈ
കൊടുത്തത് എന്താണ്? ഹീറ്റ് എനർജി അബ്സോർഡ്, വർക്ക് ബൈ ഹീറ്റ് എനർജി അബ്സോർഡ്. ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്റ്റേണൽ വർക്ക് ടു ഹീറ്റ് അബ്സോർഡ് ബൈ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രം എവിടെ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത? ഫ്രം ദ സോഴ്സ്. സോഴ്സിൽ നിന്നും അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി ഉപയോഗിച്ച് എത്രത്തോളം വർക്ക് ചെയ്തു എന്നതിൻ്റെ മെഷറാണ് എന്തെന്ന് പറയുന്നത്? തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത് എന്താണ്? സോഴ്സിൽ നിന്നും അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി ഉപയോഗിച്ച് അത് എത്രത്തോളം വർക്ക് ചെയ്തു എന്നതിൻ്റെ ഒരു മെഷറാണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ടു ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രം ദി സോഴ്സ്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈക്വൽ ടു W/Q1. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 - Q2. അപ്പോൾ Q1 - Q2 ഡിവൈഡഡ് ബൈ Q1. ഓക്കെ, ഇതാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Q1 - Q2 ഡിവൈഡഡ് ബൈ Q1. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് കാർനോട്ട് എഞ്ചിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഐഡിയൽ ഗ്യാസ് എഞ്ചിൻ, ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു 1 - T2/T1 ആണ്. അത് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ അത് ഡിറൈവ് ചെയ്യും. ഓക്കെ, അപ്പം ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് പഠിച്ചു, ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർനോട്ട് എഞ്ചിനെ കുറിച്ചാണ്. ഓക്കെ, കാർനോട്ട് സൈക്കിൾ, അതായത് കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഐഡിയൽ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതൊരു റിവേഴ്സിബിൾ സൈക്കിളാണ് ഇത് ഫോളോ ചെയ്യുന്നത്. റിവേഴ്സിബിൾ പ്രോസസ്സാണ് ഇത് ഫോളോ ചെയ്യുന്നത്. കാർനോട്ട് എഞ്ചിൻ ഫോളോ ചെയ്യുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു, സോഴ്സിൽ നിന്നൊരു ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ബാക്കി വരുന്ന ഹീറ്റ് എനർജി സിങ്കിൽ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലെത്തും, വീണ്ടും എന്ത് ചെയ്യും? ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതിനെങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാർനോട്ട് സൈക്കിളും ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ആ റിവേഴ്സിബിൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അത് 4 പ്രോസസ്സുകൾ ചെയ്യും. എത്ര പ്രോസസ്സ് ചെയ്യും? 4 പ്രോസസ്സുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു എഞ്ചിനാകുമ്പോൾ എന്ത് ചെയ്യണം? അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ ഈ കണ്ടിന്യൂസ് വർക്ക് നടക്കണമെങ്കിൽ കാർനോട്ട് എഞ്ചിൻ ഈ 4 സൈക്കിളിൽ കൂടി അല്ലെങ്കിൽ 4 പ്രോസസ്സുകളിൽ കൂടി കടന്നു പോകണം. 4 റിവേഴ്സിബിൾ പ്രോസസ്സിൽ കൂടി കടന്നു പോകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ, കടന്നു പോകണം. ഇത്തരത്തിലുള്ള ഒരു റിവേഴ്സിബിൾ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ ആ 4 സ്റ്റെപ്സ്, 4 സൈക്കിളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ താഴോട്ട് പഠിക്കും. ഐസോതെർമൽ എക്സ്പാൻഷൻ. 2 അഡിയബാറ്റിക് എക്സ്പാൻഷൻ. 3 ഐസോതെർമൽ കംപ്രഷൻ. 4 അഡിയബാറ്റിക് കംപ്രഷൻ. ഇതാണ് ആ 4 സ്റ്റെപ്പുകൾ. 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഓഫ് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ റിവേഴ്സിബിൾ സൈക്കിളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് 4 പ്രോസസ്സുകളിൽ കൂടി കടന്നു പോകണം. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ. 2 അഡിയബാറ്റിക് എക്സ്പാൻഷൻ. 3 ഐസോതെർമൽ കംപ്രഷൻ. 4 അഡിയബാറ്റിക് കംപ്രഷൻ. ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട 4 പ്രോസസ്സുകൾ. കാർനോട്ട് ഹീറ്റ് എഞ്ചിനിൽ നടക്കുന്ന 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിൻ്റെ എഞ്ചിൻ്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, അപ്പം അപ്പം ഇതിനും ഉണ്ട് എന്തൊക്കെ? ഇതിനും 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാർനോട്ട് എഞ്ചിനകത്തും ഏതൊക്കെയാണ്? ഈ നമ്മൾ ഹീറ്റ് എഞ്ചിന് പറഞ്ഞ പോലെ സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഇവിടെ എടുത്തിരിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് ഒരു സിലിണ്ടറിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നു. സിലിണ്ടറിൻ്റെ വോൾസ് എന്താണ്? നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഒരു ഫ്രിക്ഷൻലെസ് നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ ഉണ്ട്. പിന്നെ അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ആണ്, ഹീറ്റ് കണ്ടക്റ്റിംഗ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ്. സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു
ഹോട്ട് റിസർവയർ ആണ്. ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ T1. T1 എന്നുള്ള ടെമ്പറേച്ചർ മനസ്സിൽ സൂക്ഷിച്ചിരിക്കണം. നെക്സ്റ്റ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. പിന്നെ സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് റിസർവയർ ആണ് വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ T2. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് T1 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ T2. T1 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ T2. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, എഫിഷ്യൻസി 100-നേക്കാട്ടിലും കൂടുതലായി പോകും, എഫിഷ്യൻസി 100-ന് മേളിൽ പോകും. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഇന്നേ വരെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കത്തുമില്ല. ഓക്കെ, T1 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ T2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഒരു കാർനോട്ട് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസ് ആണ്. പിന്നെ ഒരു സോഴ്സ് ഉണ്ട്, ഹീറ്റ് റിസർവയർ എന്ന് പറയും. പിന്നെ ഒരു സിങ്ക് ഉണ്ട്, കോൾഡ് റിസർവയർ T2 വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് T2. പിന്നെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ സോഴ്സിലെടുത്ത് വയ്ക്കും. ഓക്കെ, സോഴ്സിലോട്ട് എടുത്ത് വയ്ക്കും. അപ്പം വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സോഴ്സിലേക്ക് എടുത്തു വെച്ചു വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചറിലാണ് നമ്മുടെ സോഴ്സ് ഇരിക്കുന്നത്. സോഴ്സിലേക്ക് എടുത്തു വെച്ചു. സോഴ്സിലേക്ക് എടുത്തു വയ്ക്കുമ്പം ഇതിൻ്റെ ഈ ബോട്ടം എന്ന് പറയുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസ് ഇരിക്കുന്ന സിലിണ്ടറിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ആണ്. സോ എന്ത് ചെയ്യും? സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യും, ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴത്തേന് വർക്കിംഗ് സബ്സ്റ്റൻസ് ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. ഇത് നടക്കുന്നത് T1 ടെമ്പറേച്ചറിലാണ്, ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അത് ഗ്യാസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൂടുമ്പം പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ കുറയും. വോളിയം കൂടുമ്പം പ്രഷർ കുറയും അല്ലേ? വോളിയം കൂടുമ്പം പ്രഷർ കുറയും. അതായത് ഇവിടെ എന്തിനൊക്കെ ചേഞ്ച് ഉണ്ടായി? പ്രഷറിനും വോളിയത്തിനും ചേഞ്ച് ഉണ്ടായി. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്താൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്തെന്ന് വിളിക്കും? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. അപ്പം വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ ആദ്യം എവിടെ എടുത്തു വെച്ചു? സോഴ്സിൽ വെച്ചപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇരിക്കുന്ന സിലിണ്ടറിൻ്റെ അടിഭാഗം എന്താണ്? കണ്ടക്റ്റിംഗ് ആണ്. സോ ഇറ്റ് വിൽ അബ്സോർബ് ഹീറ്റ് എനർജി ഫ്രം ദി സോഴ്സ് ആൻഡ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് വിൽ അണ്ടർഗോ എക്സ്പാൻഷൻ. എന്ത് എക്സ്പാൻഷനാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. സിൻസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ് ഈസ് constant T1 temperature and during expansion the volume of the gas expands and its pressure decreases. Volume increases, pressure decreases. Okay, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? വോളിയം ഇൻക്രീസ് ചെയ്തു എന്നും പ്രഷർ ഡിക്രീസ് ചെയ്തു എന്നും പറഞ്ഞു അല്ലേ? വോളിയം ഇൻക്രീസ് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ PV ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഇതാണ് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലേ? A എന്ന് പറയുന്ന പോസ്റ്റിൽ ഇത് PV ഡയഗ്രാം ഇങ്ങനെയാണ്. അതിൻ്റെ പ്രഷർ P1 ആണ്, V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്. അപ്പം വോളിയം എന്ത് ചെയ്തു? കൂടി, പ്രഷർ കുറഞ്ഞു. ഇതാണ് അതിൻ്റെ ഇനിഷ്യൽ വോളിയം V1. ഇത് ഇങ്ങോട്ടെത്തി, V2-ലെത്തി അല്ലേ? പ്രഷറും കുറഞ്ഞു. ഇവിടെ P1 ആയിരുന്നു, ഇത് P2 എത്തി. അപ്പം നമുക്ക് B എന്ന് പറയുന്ന പൊസിഷനിലെത്തി എന്ന് പറയാം. അപ്പം P2, V2, T1. ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഇത് എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തു? Q1 ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു. എവിടെ നിന്ന് അബ്സോർബ് ചെയ്ത? സോഴ്സിൽ നിന്ന്. അപ്പോൾ Q1 എനർജി അബ്സോർബ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അവിടെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? W = എത്രയാണ്? nRT അല്ലേ? nRT എന്ന് പറഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്. T1 ln V2/V1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പം വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? W = n വരെ നമുക്കിവിടെ മ്യൂ എന്ന് കൊടുക്കാം. അത് ക്യാൻസൽ ആയി പോകും അവസാനം. μRT, T എന്ന് പറഞ്ഞാൽ T1 ആണ്. μRT1 ln V2/V1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഐസോതെർമൽ എക്സ്പാൻഷൻ നമ്മൾ ഗ്യാസിനെ എടുത്ത് വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് സോഴ്സിൽ വെച്ചപ്പം സോഴ്സ് ഹൈ ടെമ്പറേച്ചറിലിരിക്കുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. സോ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. ആഫ്റ്റർ അബ്സോർബിംഗ് ദ Q1 ഹീറ്റ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്പാൻസ്. പാർട്ട് ഓഫ് ദി അബ്സോർബ്ഡ് ഹീറ്റ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ടു ഡു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു.
വർക്ക് W ചെയ്തു. ഓക്കെ, ദെൻ ദ പിസ്റ്റൺ മൂവ് സ്ലൈറ്റ്ലി. പിസ്റ്റൺ എന്ത് ചെയ്തു? മുകളിലേക്ക് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ദ പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ PV ഡയഗ്രാം വരച്ചു, അതിനകത്ത് വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? W = μRT1 ln V2/V1. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്തു എന്നറിയാവോ? നമ്മൾ ഈ സാമ്പിളിനെ എടുത്ത്, ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, നമ്മളൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ ഫംഗ്ഷനാണ് ഇനി വരാൻ പോകുന്നത്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് എടുത്തു വെച്ചു. എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഗ്യാസിനെ ഞാൻ പയ്യെ എടുത്ത്, വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് എവിടെ വെച്ചു? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെച്ചു. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുമ്പോഴത്തേന് അതെന്ത് ചെയ്യും? അത് ആൾറെഡി ഗ്യാസ് അവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാൻ നേരത്ത് അതിൻ്റെ പിസ്റ്റൺ സ്ലൈറ്റ്ലി മൂവ് ചെയ്യുന്നതായിട്ട് കാണും, മുകളിലേക്ക് പൊങ്ങുന്നതായിട്ട്. ദാറ്റ് മീൻസ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? T1 ഇരിക്കുകയാണ് അല്ലേ? T1 ഇരിക്കുകയാണ്. ആ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? അതിൻ്റെ ബോട്ടം എന്താണ്? കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും? കുറച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഗ്യാസ് അതിനകത്ത്, അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കില്ല. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കത്തില്ല. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? വ്യത്യാസം വരും. T1 നിന്നും ടെമ്പറേച്ചർ T2 എത്തിച്ചേരും. T1 നിന്നും ടെമ്പറേച്ചർ T2 എത്തിച്ചേരും. പ്രഷർ എന്ത് ചെയ്യും? വേരി ചെയ്യും. നമ്മളിവിടെ P2 പ്രഷറിലിരിക്കുന്ന സാധനം P3 എത്തിച്ചേരും. അതേ കണക്കിന് വോളിയം ചേഞ്ച് ചെയ്യും. V2 നിന്നും V3 വോളിയം ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത് എന്താണ്? സഡനായിട്ട് സ്മോൾ ചേഞ്ച് ആണ് നടക്കുന്നത്. സഡൻ സ്മോൾ ചേഞ്ച് ആണ്. സോ ഇറ്റ് ഈസ് എൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ. സഡനായിട്ട് ഉള്ളൊരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് എൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ് അവിടെ നടക്കുന്നത്. അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സോഴ്സിൽ നിന്നെടുത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതെന്ത് ചെയ്യുന്നു? ഗ്യാസ് ഒരു അതിൻ്റെ പിസ്റ്റൺ ഇൻഫിനിറ്റിസ്മലി സ്മോൾ ചേഞ്ച് ഉണ്ടാകുന്നത്. പിസ്റ്റൺ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം, ഒരു സഡനായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണും. ദാറ്റ് മീൻസ് ഗ്യാസ് ഗെറ്റ് എക്സ്പാൻഡഡ്. ഗ്യാസ് എക്സ്പാൻഡഡ് അഡയബാറ്റിക്കലി. ഗ്യാസ് അഡയബാറ്റിക് എക്സ്പാൻഷന് വിധേയമാകുന്നതായിട്ട് മനസ്സിലാക്കും. സോ അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളെ കയ്യിൽ ബിയിലിരിക്കുകയാണ് സംഭവം അല്ലേ? ബിയിലിരിക്കുന്ന സാധനം നമുക്കത് എക്സ്പാൻഡ് ചെയ്തു അല്ലേ? വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിങ്ങോട്ട് പോകും, ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ? നമുക്കതിനെ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഓക്കെ, അപ്പം അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തു, ബിയിൽ നിന്നും സിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അതിൻ്റെ പ്രഷർ P3 ആയി, വോളിയം V3 ആയി, ടെമ്പറേച്ചർ T2 ആയി. ഇല്ലേ? അപ്പോൾ നമ്മൾ അഡയബാറ്റിക് എക്സ്പാൻഷൻ നടന്നപ്പോൾ അതിൻ്റെ പ്രഷർ ചേഞ്ച് ചെയ്തു, വോളിയം ചേഞ്ച് ചെയ്തു. പ്രഷർ P2 നിന്നും P3 ആയി, വോളിയം V2 നിന്നും V3 ആയി, ടെമ്പറേച്ചർ T1 നിന്നും T2 ആയി. ഓക്കെ, അപ്പം അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഡൺ = nR/γ-1 × T2 - T1. ആ ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, nR/γ-1 × T1 - T2. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ് മൈനസ് ഫൈനൽ സ്റ്റേറ്റ്. ഇനി നമ്മൾ അല്ലാതൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് അഡയബാറ്റിക് പ്രോസസ് T1 V1⁻⁻1 = T2 V2⁻⁻1. ഈ ഇക്വേഷനും കൂടെ മനസ്സിൽ വെച്ചേക്കണം. അപ്പം ഈ ഒരു ഇക്വേഷനും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം രണ്ടാമത് എന്ത് പ്രോസസ്സാണ് നടന്നത്? നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് ഇൻസുലേറ്റിംഗ് സിലിണ്ടറിൻ്റെ പുറത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഗ്യാസ് സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അതൊരു അഡയബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പം അഡയബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ nR അല്ലെങ്കിൽ μR/γ-1 × T1 - T2. അതേപോലെ തന്നെ അഡയബാറ്റിക് എക്സ്പാൻഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് എക്സ്പാൻഡ് ചെയ്തത്? V2 നിന്നും V3. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? T1 V2⁻⁻1 = T2 V3⁻⁻1 അല്ലേ? T2 V3⁻⁻1. അതിനകത്ത് നമുക്ക് T1/T2 എന്തെന്ന് എഴുതാം? V3/
V2 the whole raised to gamma minus 1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈ ഇക്വേഷനകത്ത് നിന്ന് T1/T2 is equal to V3/V2 the whole raised to gamma minus 1 എന്ന് എഴുതാം. വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് താഴോട്ട് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പം ഇപ്പം അഡയാബാറ്റിക്കലി എക്സ്പാൻഡഡ് ഗ്യാസ്. അപ്പം ഇനി നമ്മൾ ഈ ഗ്യാസിനെ എടുത്ത് അഡയാബാറ്റിക്കലി എക്സ്പാൻഡഡ് ആയി T2 ടെമ്പറേച്ചറിലിരിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ കോൾഡ് റിസർവയറിൽ കൊണ്ടുവന്ന് വെക്കും. എന്ത് ചെയ്യും? കോൾഡ് റിസർവയറിൽ കൊണ്ടുവന്ന് വെക്കും. കോൾഡ് റിസർവയറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ആ പിസ്റ്റണിലെ വെയിറ്റ് കൂട്ടും. പിസ്റ്റണിലെ വെയിറ്റ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? കംപ്രസ്ഡ് ആവും. അതിനകത്തിരിക്കുന്ന ഗ്യാസ് കംപ്രസ്ഡ് ആവും. ഇനി നമുക്കറിയാം കോൾഡ് റിസർവയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. T2 ടെമ്പറേച്ചറിലാണ് കോൾഡ് റിസർവയർ അഥവാ സിങ്ക് ഇരിക്കുന്നത്. സിങ്കിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2 ആണ്. ഓക്കെ, ഇനി ഞാനതിനെ കംപ്രസ് ചെയ്യുമ്പം അതിൻ്റെ പ്രഷർ എത്രയായിരുന്നു? P3 ആയിരുന്നു. അതിൻ്റെ പ്രഷർ, വോളിയം V3 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പം പ്രഷർ കൂടും, വോളിയം കുറയും അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്ത് P3 എന്തായിട്ട് മാറും? P4 ആയിട്ട് മാറും, V3 V4 ആയിട്ട് മാറും. ഓക്കെ, പ്രഷർ P4 ആയിട്ടും വോളിയം V4 ആയിട്ട് മാറും. ടെമ്പറേച്ചർ എന്ത് തന്നെയായിരിക്കും? T2 തന്നെയായിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. കോൾഡ് റിസർവയറിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോതെർമൽ കംപ്രഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. എന്തെന്ന് വിളിക്കാം? ഐസോതെർമൽ കംപ്രഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ബോഡിയെ എവിടെ വെച്ചു? കോൾഡ് റിസർവയർ, ദാറ്റ് മീൻസ് സിങ്കിൽ കൊണ്ടുവന്ന് വെച്ചു. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ് വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് എ ലോ ടെമ്പറേച്ചർ T2. ലോ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് T2-ൽ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് വെച്ചു. നമ്മൾ പിസ്റ്റണിനകത്ത് വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. സോ ദ ഗ്യാസ് ഗെറ്റ് കംപ്രസ്ഡ്. ഗ്യാസ് കംപ്രസ്ഡ് ആയി. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് ദ ഗ്യാസ് കംപ്രസ്ഡ് ഐസോതെർമലി. ഗ്യാസ് ഐസോതെർമൽ കംപ്രഷന് വിധേയമായി. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ PV ഡയഗ്രാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പം കംപ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ സിങ്കിലാണ് വെച്ചിരിക്കുന്നത്. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് അഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന ഹീറ്റ് എനർജി അതിങ്ങോട്ട് ഇജക്റ്റ് ചെയ്യും. ആ സിങ്കിലേക്ക് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ Q2 എനർജി പുറത്തേക്ക് പോകും. മനസ്സിലായോ? നമ്മൾ സോഴ്സിൽ നിന്ന് Q1 എനർജി അബ്സോർബ് ചെയ്തിട്ട് W വർക്ക് ചെയ്തു. ബാക്കി ഒരു പാർട്ട് ഓഫ് എനർജി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ സിങ്കിൽ കൊണ്ടുവന്ന് വെച്ചു, കംപ്രസ് ചെയ്തു. ഐസോതെർമലി കംപ്രസ് ചെയ്തപ്പോഴത്തേന് അതിൻ്റെ പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. സോ അതിനകത്തുള്ള ഹീറ്റ് എനർജി എന്ത് ചെയ്യും? അവിടുത്തെ ആ കണ്ടക്റ്റിംഗ് പാർട്ട് വഴി സിങ്കിലേക്ക് പോകും. അപ്പോൾ പോയ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q2 ആണ്. പുറത്തേക്ക് പോയ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q2 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രഷർ ചേഞ്ച് ചെയ്തു. ഇതാണ് അതിൻ്റെ കർവിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്ത വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐസോതെർമൽ കംപ്രഷനാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W µRT log ln T2/T1 ആണ്. ഇവിടെ പ്രഷർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്തത്? പ്രഷർ V3-യിൽ, വോളിയം V3-യിൽ നിന്നും V4-ലേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പോൾ എന്തായിട്ട് മാറും? നമുക്കുള്ള ഇക്വേഷൻ µRT2 ln V3/V4 എന്ന് വരും. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? µRT2 എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2 ln വോളിയം നമ്മൾ കംപ്രസ് ചെയ്തപ്പം വോളിയം V3-യിൽ നിന്നും V4-ലേക്ക് ചേഞ്ച് ചെയ്തു. V3/V4. ഓക്കെ, ഇനി നമ്മൾ ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള ഈ ഗ്യാസിനെ എടുത്ത് വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ പുറത്ത് വയ്ക്കും. എവിടെ എടുത്ത് വയ്ക്കും? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ പുറത്തെടുത്ത് വയ്ക്കുമ്പം അത് അഡയാബാറ്റിക് ആയിട്ട് കംപ്രസ് ചെയ്യുന്നതായിട്ട് കാണും. വീണ്ടും എന്ത് ചെയ്യും? ആ പിസ്റ്റൺ സഡനായിട്ട് കംപ്രസ്ഡ് ആവുന്നതായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് അതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും.
അപ്പം നമ്മൾ വീണ്ടും അതിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെച്ചു. ഐസോതെർമലി കംപ്രസ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ഗ്യാസിനെ നമ്മൾ പയ്യെ എടുത്ത് എങ്ങോട്ട് വെക്കും? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെക്കും. സ്റ്റാൻഡിലേക്ക് വെക്കുമ്പോഴത്തേന് അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. എങ്ങോട്ട് പോകും? പ്രഷർ P1ലേക്ക്, അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ട് കാണും. വോളിയം V1ലേക്ക് പോകുന്നു. ടെമ്പറേച്ചർ T2വിൽ നിന്നും T1ലേക്ക് എത്തിച്ചേരും. ടെമ്പറേച്ചർ T2വിൽ നിന്നും T1ലേക്ക് എത്തിച്ചേരും. ഓക്കെ. അഡയബാറ്റിക്കലി കംപ്രസ്ഡ് ആകുമ്പം പ്രഷർ P4ൽ നിന്നും P1ൽ എത്തിച്ചേരും. വോളിയം V4ൽ നിന്നും V1ൽ എത്തിച്ചേരും. ടെമ്പറേച്ചർ T2വിൽ നിന്നും T1ൽ എത്തിച്ചേരും. ആ സമയത്ത് അഡയബാറ്റിക് കംപ്രഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W = μr / γ-1 T1 - T2 ആയിരിക്കും. T1 - T2 ആയിരിക്കും. കാരണം ഇവിടെ T1ഉം T2 ആണ്. ടെമ്പറേച്ചർ T2വിൽ നിന്ന് T1ലേക്കാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ T1 - T2 ആണ് അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അവിടുത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 V1 γ-1 = T2 V4 γ-1 ആയിരിക്കും അല്ലേ? T1 V1 raised to γ-1 = T2 V4 raised to γ-1 ആണ് അവിടുത്തെ അഡയബാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് T1/T2 = എന്തെന്ന് എഴുതാം? T1/T2 = V4/V1 the whole raised to γ-1 എന്ന് എഴുതാം. V4/V1 the whole raised to γ-1 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? അഡയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഐസോതെർമൽ 4 സ്റ്റേറ്റ് വഴിയാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു PV ഡയഗ്രാം നോക്കാം. ഇതാണ് ഒരു PV ഡയഗ്രാം ഓഫ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അത് ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ നമുക്ക് A എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്നു. അത് സോഴ്സിൽ നിന്നും Q1 ഹീറ്റ് അബ്സോർബ് ചെയ്തു, ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തു, T2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി അതിനെ നമ്മളെടുത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും? അത് അഡയബാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യും. സോ അതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്ത് അത് 3 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ എടുത്ത് എന്ത് ചെയ്യും? ഐസോതെർമലി കംപ്രസ് ചെയ്യും. ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പം അത് 4th സ്റ്റേജിൽ എത്തിച്ചേരും. അവിടെ നിന്ന് നമ്മൾ അതിനെ വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റേൻഡിൽ വെക്കുമ്പോൾ അഡയബാറ്റിക്കായിട്ട് കംപ്രസ്ഡ് ആവും. അഡയബാറ്റിക്കലായി കംപ്രസ്ഡ് ആകുമ്പോൾ അത് വീണ്ടും ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിച്ചേരും. ഈ ഐസോതെർമൽ കംപ്രഷൻ നടക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന എക്സസ് ഹീറ്റ് എനർജി പുറത്തേക്ക് സിങ്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഒരു കാർനോട്ട് സൈക്കിൾ. ഇവിടെ എത്തിച്ചേരുന്നു, ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു. വീണ്ടും എന്ത് ചെയ്യും? ആ സൈക്കിള് വീണ്ടും തുടങ്ങും. സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഐസോതെർമൽ എക്സ്പാൻഷൻ, അവിടെ നിന്ന് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നിന്ന് വെച്ച് അഡയബാറ്റിക് എക്സ്പാൻഷൻ, വീണ്ടും സിങ്കിൽ ചെന്നിരിക്കുമ്പോൾ ഐസോതെർമൽ കംപ്രഷൻ വഴി ഹീറ്റ് എനർജി Q2 സിങ്കിലേക്ക് ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അഡയബാറ്റിക് കംപ്രഷൻ, വീണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റ്. അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് ഡൺ കിട്ടുകയും ചെയ്യും. ഓക്കെ. ഇത്രയാണ് ഒരു കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷനാണ് നടന്നത്, Q1 ഹീറ്റ്. അപ്പോൾ നമുക്ക് Q1 = നമുക്ക് എന്തെന്ന് എഴുതാം? μRT1 ln V2/V1 എന്ന് കൊടുക്കാം. ln V2/V1 എന്ന് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ നടന്നപ്പോഴുള്ള വർക്ക് ഡൺ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ നടന്നപ്പോഴുള്ള വർക്ക് ഡൺ ആണ് μRT1 ln V2/V1 എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഐസോതെർമൽ കംപ്രഷൻ നടന്നപ്പോഴുള്ള വർക്ക് ഡൺ ആണ് μRT2 × ln V3/V4. നമ്മൾ ആദ്യമേ അത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് എന്തിന് തുല്യം? Q1 ആണ്. ഇതെന്ന് പറയുന്നത് Q2 ആണ് അല്ലേ? ഇതെന്ന് പറയുന്നത് Q2 ആണ്. ഓക്കെ. ഇനി നമുക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ്, അല്ലെങ്കിൽ Q1 - Q2/Q1 അല്ലേ? Q1 - Q2
Q1 minus Q2 by Q1. അതിനെ നമുക്ക് 1 minus Q2 by Q1 എന്ന് എഴുതാം. തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് Q1 ഇവിടെ ഉണ്ട്, Q2 ഇവിടെ ഉണ്ട്. അതിന് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 minus T2 by T1 ln V3 by V4 ഡിവൈഡഡ് ബൈ ln V2 by V1 എന്ന് എഴുതാം. ഓക്കെ, V2 by V1 എന്ന് എഴുതാം. ഇനി നമ്മൾ പറഞ്ഞു അഡയാബാറ്റിക് എക്സ്പാൻഷൻ നടന്നപ്പം T1 V1 raised to V2 raised to അല്ലേ, T1 V2 raised to gamma minus 1 is equal to T2 V3 raised to gamma minus 1 ആണെന്ന് അല്ലേ. T1 മറന്നുപോയി, നോക്കണോ അത്? അതെ, ഇതെന്ന് പറയുന്നത് P1 V1 T1, ഇതെന്ന് പറയുന്നത് P2 V2 T1, ഇതെന്ന് പറയുന്നത് P3 V3 T3. അപ്പോൾ ഇതാണ് എന്താണെന്ന് പറയുന്നത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? T3 V2 raised to gamma minus 1 is equal to T1 V2 raised to gamma minus 1. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് P4 V4 T2, ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് തിരിച്ചത് P1 V1 T1. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? T2 V4 raised to gamma minus 1 is equal to T1 V1 raised to gamma minus 1. അഡയാബാറ്റിക് എക്സ്പാൻഷൻ്റെ കംപ്രഷൻ്റെയും ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതാം. അപ്പം ഇത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ നടന്നപ്പോൾ ഇക്വേഷനാണ് T1 V2 raised to gamma minus 1 is equal to T2 V3 raised to gamma minus 1. ഇനി അടുത്തതെന്ന് പറയുന്നത് അഡയാബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T1 V1 raised to gamma minus 1 is equal to T2 V4 raised to gamma minus 1. T2 V4 raised to gamma minus 1. നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? T1 ക്യാൻസൽ, T2 ക്യാൻസൽ. അപ്പം V2 by V1 the whole raised to gamma minus 1 is equal to V3 by V4 the whole raised to gamma minus 1 അല്ലേ എന്ന് വരും. അപ്പോൾ രണ്ടിടത്തും ഗാമ മൈനസ് 1 ഉണ്ട്. അപ്പോൾ നമുക്കത് അങ്ങ് കളയാം. അപ്പോൾ എന്ത് വരും? V2 by V1 is equal to V3 by V4. ഓക്കെ, V2 by V1 is equal to V3 by V4. ഇനി മേളത്തെ ഇക്വേഷനകത്തോട് നോക്കിക്കേ. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 by T1 ഇൻറ്റു ln V3 by V4 ഡിവൈഡഡ് ബൈ ln V2 by V1. ഇവിടെ എന്തുവാണ്? V2 by V1 വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? V3 by V4 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ V3 by V4 പകരം V2 by V1 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ടേംസ് അങ്ങ് ക്യാൻസൽ ആയിപ്പോവും അല്ലേ, ഈ ടേംസ് വെട്ടിപ്പോവും. ബാക്കി എന്തോ വരും? എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 by T1. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 by T1. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ഒരു കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1 മൈനസ് T2 by T1. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ 1 മൈനസ് T2 by T1. അപ്പം കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ് എഞ്ചിൻ വിച്ച് അണ്ടർഗോസ് റിവേഴ്സിബിൾ തെർമോഡൈനാമിക് cycles which operates in a reversible thermodynamic cycle where the working substance goes through 4 successive operations. Working substance 4 successive operations കൂടെ കടന്നു പോകുന്നു. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് നമ്മൾ സോഴ്സിൽ വെക്കും. സോഴ്സ് എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണ്. സോ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് എനർജി Q1 amount of energy and do work W. The work done during the isothermal expansion W is equal to mu RT log V2 by V1. Then the working substance is placed on an insulating stand. Insulating stand inde porthu vekkum. So the working substance undergo adiabatic expansion. Then the work done is mu R divided by gamma minus 1. Gamma minus 1
ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് ഓൺ എ സിങ്കിൻ്റെ പുറത്ത് വയ്ക്കും. ദെൻ ദ വെയിറ്റ് ഓൺ ദി പിസ്റ്റൺ ഈസ് ഇൻക്രീസ്ഡ്. ദെൻ ദ സിസ്റ്റം അണ്ടർഗോ അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് അണ്ടർഗോ ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് ഇറ്റ് ഇജക്റ്റ് ഹീറ്റ് Q2 എമൗണ്ട് ഓഫ് എനർജി, ഹീറ്റ് എനർജി ടു ദ സിങ്കിലേക്ക് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കൊടുക്കും. ദെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ചേഞ്ചസ് അല്ലേ, ടെമ്പറേച്ചർ അല്ല, pressure and volume changes at a constant temperature T2. So it is an isothermal compression. Then the isothermally compressed working substance is again placed on the insulating stand where it undergo adiabatic compression. So it reaches to its initial condition P1 V1 T1 condition. Then the efficiency of the heat engine can be calculated by the equation efficiency eta equal to minus Q2 by Q1. Q2 absorb ചെയ്തത് എവിടെ, Q2 റിജക്റ്റ് ചെയ്ത ഹീറ്റ് എനർജി, Q1 എന്ന് പറയുന്ന അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി. ആ സമയത്ത് ചെയ്ത വർക്കിൻ്റെ ഇക്വേഷൻ അറിയാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷനകത്ത് നിന്ന് V2 by V1 is equal to V3 by V4 എന്ന് കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നെറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന 1 മൈനസ് T2 by T1 എന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് 1 മൈനസ് T2 by T1. ഓക്കെ, മനസ്സിലായോ? അപ്പം വാട്ട് ഈസ്, അപ്പോൾ സാധാരണ ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ? കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ ഈസ് ആൻ തിയററ്റിക്കൽ എഞ്ചിൻ ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾ. The working substance undergo 4 successive operations. Okay, it has a maximum efficiency that a heat engine can possess. ഒരു ഹീറ്റ് എഞ്ചിന് കിട്ടാവുന്ന മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളിൻ്റെ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡയാബാറ്റിക് കംപ്രഷൻ. വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്? കാർനോട്ട് എഞ്ചിനിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് ഹീറ്റ് എനർജി ഫ്രം ദ സോഴ്സ് ആൻഡ് ഇറ്റ് ഗെറ്റ് എക്സ്പാൻഡഡ്. Then its pressure decreases and volume increases and the piston get moved. That is, the working substance do some work and the work is given by W equal to mu RT1 log V2 by V1. Okay. What is the equation for efficiency of Carnot engine? എന്താണ്? efficiency eta equal to 1 minus T2 by T1. ഇവിടെ T2 ഈസ് ആൾവേസ് ലെസ് ദാൻ T1. T2 എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് റിസർവെയറിൻ്റെ ടെമ്പറേച്ചറാണ്. T1 എന്ന് പറയുന്നത് ഹീറ്റ് റിസർവെയറിൻ്റെ ടെമ്പറേച്ചറാണ്. നോക്കിക്കഴിഞ്ഞാൽ ആ ഇക്വേഷനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എഫിഷ്യൻസി. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി സിങ്കിൻ്റെയും സോഴ്സിൻ്റെയും ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.